ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ, ടീച്ചേഴ്സ്, കൂട്ടുകാരെ, 2020 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് 73 വർഷങ്ങൾ തികയുന്നു. ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ട കുട്ടികളായ നാം ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും നാം ബഹുമാനിക്കേണ്ടതാണ്. അതിനായി നമുക്ക് ഒന്നിച്ചാദ്യം ഫ്ലാഗ്, ഇതിന് 3 കളറുണ്ട്. ഇതും ഫ്ലാഗിന്റെ മറ്റൊരു മോഡലാണ്. ഇതും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. എന്റെ നാട് പാതരം എന്റെ അമ്മ പെറ്റമ്മയാണ് എന്റെ നാട്, എല്ലാരെയും ഒന്നായി കാണുന്ന നാട്. അമ്മയാണ് എന്റെ നാട്, എല്ലാരെയും ഒന്നായി കാണുന്ന നാട്. ദൂരെ ആകാശത്തുണ്ടല്ലോ നമ്മുടെ 3 നിറക്കൊടികൾ. എന്റെ ജീവൻ പാതരം എന്റെ വിമാനം. എന്റെ നാട് പാതരം എന്റെ അമ്മ നാട്. എന്റെ നാട് പാതരം എന്റെ അമ്മ നാട്. ഈ അവസരത്തിൽ ഭാരത്തെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നാണ് നമ്മുടെ നേതാക്കളായ ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ബോസ് എന്റെ നേതാക്കൾ സ്വാതന്ത്ര്യം തന്നത്. ഇതും വെച്ചടി, ഇതും വെച്ച് എളുപ്പം നടിക്കും, എളുപ്പം നടിക്ക്. നടന്നിട്ട് നമുക്ക്
ബഹുമാനപ്പെട്ട ടീച്ചർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാരുടെ അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ധീരമഹാന്മാരെ നാം ഓർക്കുന്നു. 1947 ആഗസ്റ്റ് 15 അന്നാണ് നാം സ്വാതന്ത്ര്യമായി ആഘോഷിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ നാം ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. ദേശസ്നേഹവും ദേശാഭിമാനവും കാത്തു സൂക്ഷിക്കേണ്ട കുട്ടികളായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കൂട്ടുകാർ, അസ്സലാമലൈക്കും. ഇന്ത്യക്കാരായ നമ്മൾ വളരെ സന്തോഷിക്കേണ്ട ദിവസമാണ് ഈ ദിവസം. ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 24ാമത്തെ വർഷമാണ് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ ദിവസം നമ്മുടെ ഇന്ത്യയുടെ ജന്മദിനമായി നമ്മൾ ആഘോഷിക്കുന്നു. ഇതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ച എല്ലാ മഹാന്മാരെയും അനുസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്. നമ്മുടെ വീടാണ് ഇന്ത്യ, നമ്മുടെ നാടും നമ്മുടെ വീടും, നമ്മൾ കൂടിയ നമ്മൾ പിറന്നു ഇന്ത്യ. നമ്മുടെ സ്വത്താണ് ഇന്ത്യ, നമ്മുടെ മുത്താണ് ഇന്ത്യ, നമ്മുടെ സ്വത്തും നമ്മുടെ മുത്തും നമ്മുടെ സ്വർഗവും ഇന്ത്യ. എൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, പാരാതാവൻ്റെ അമ്മ നാട്. എൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, പാരാതാവൻ്റെ അമ്മ നാട്. പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാരെയും ഒന്നായി തലോടുന്ന നാട്. പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാരെയും ഒന്നായി തലോടുന്ന നാട്. അങ്ങ് ദൂരെ ആകാശത്ത് കാണുന്നു നമ്മുടെ 3 നിറക്കൊടികൾ. അങ്ങ് ദൂരെ ആകാശത്തെ കാണുന്നു നമ്മുടെ 3 നിറക്കൊടികൾ. എൻ്റെ പതാകയാണ് എൻ്റെ ജീവൻ, പാരാതാവൻ്റെ അഭിമാനം. എൻ്റെ പതാകയാണ് എൻ്റെ ജീവൻ, പാരാതാവൻ്റെ അഭിമാനം. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടും കിളിയുള്ള നാട്. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടും കിളിയുള്ള നാട്.
എൻ്റെ നാടെൻ്റെ നാടെൻ്റെ നാട് പാരാതാവൻ്റെ അമ്മ നാട് എൻ്റെ നാടെൻ്റെ നാടെൻ്റെ നാട് പാരാതാവൻ്റെ അമ്മ നാട് പെറ്റമ്മയാണ് എൻ്റെ നാട് എല്ലാരെയും ഒന്നായി തലോടുന്ന നാട് പെറ്റമ്മയാണ് എൻ്റെ നാട് എല്ലാരെയും ഒന്നായി തലോടുന്ന നാട് എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതമാണ് എൻ്റെ അമ്മ നാട് പെറ്റമ്മയാണ് നാട് എല്ലാരെയും ഒന്നായി തലോടുന്ന നാട് അങ്ങ് ദൂരെ കാണുന്ന നമ്മുടെ മൂന്ന് നിറക്കൊടികൾ എൻ്റെ പതാകയാണ് എൻ്റെ ജീവൻ ഭാരതമാണ് എൻ്റെ അഭിമാനം പിറന്നയെ സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ ഇവിടെ ജനിക്കും മത്സരങ്ങൾ പ്രഗതിയിൽ നിന്ന് ജനിക്കും മനുഷ്യ പ്രഗതിയിലേക്ക് മരപ്പെട്ട സാർ ടീച്ചർ പ്രിയ കൂട്ടുകാരെ വിഭിന്നമായ കൂപ്പുകൈ ആറാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതായി ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ഒട്ടേറെ പേരുടെ ത്യാഗത്തിന്റെയും അധ്വാനത്തിന്റെ ഫലമാണ് നാം ഇന്നിവിടെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യദിനം. നമസ്കാരം. കണ്ടില്ലേ നമ്മുടെ ദേശീയ പതാക? മുകളിൽ കുങ്കുമവും നടുവിൽ വെള്ളയും താഴെ പച്ചയും. വെള്ളയുടെ നടുവിലായിട്ട് 24 അരക്കാലുകളുണ്ട്. പിംഗലി വെങ്കയ്യാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഫാത്തിമ 1A. ഞാൻ പിറന്ന മണ്ണ് ഇതു ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട് ഇത് ഭാരതനാട് ഇത് ഭാരതനാട് ആയിരം ആയിരം ദേശസ്നേഹികൾ രക്തം ചിന്തിയ ദേശം കാശ്മീർ ആസാം പഞ്ചാബ് എല്ലാം ഒരൊറ്റ ഭാരത രക്തം നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ഇംഗ്ലീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് 73 വർഷം തികയുന്നു. മതം, ഭാഷ, വേഷം എന്നിവയ്ക്കെല്ലാം അതീതമായി നമുക്ക് ഒരുമയോടെയും പെരുമയോടെയും സ്നേഹത്തോടെയും ഉത്തമ പൗരന്മാരായി ജീവിക്കാം. ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് സന്തോഷവും അഭിമാനവും നേർന്ന ദിവസമാണ്. കാരണം 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്ത ദിനം. അവരിൽ കുറച്ചു പേരെങ്കിലും നമ്മൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലകൻ, ഭഗത് സിംഗ്, താന്തിയ തോപ്പി, അബ്ദുൽ കലാം ആസാദ് ഇവരെയെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാരതം എത്ര എത്ര സുന്ദരം കർമ്മധീര വീണ്ടെടുത്ത ജന്മനാടു ഭാരതം. എൻ്റെ മോഗലെയും തിലകനും ഗാന്ധിജിയും നെഹ്റുവും ധീരതയ്ക്ക്
സദസ്സിന് നമസ്കാരം. നിങ്ങളുടെ ശ്രദ്ധയിൽ കുറച്ച് സമയം എന്നിലേക്ക് ക്ഷണിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഭാരതീയ ജനതയ്ക്ക് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മോചനം കിട്ടിയ ദിനം. ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയവരുടെയും ജയിലറകളിൽ അടക്കപ്പെട്ട് യൗവനം ഹോമിച്ചവരുടെയും ജീവിതത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെയും ഓർമ്മിക്കാൻ ഇതാ ഒരു ദിനം കൂടി. ഓഗസ്റ്റ് 15 ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി എത്ര നേതാക്കൾ, അവരൊക്കെ സഹിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ത്യക്കാരായ നമുക്ക് സന്തോഷവും അഭിമാനവും ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം 1947 ഓഗസ്റ്റ് 15 ആണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ വർഷം 73ാമത്തെ സ്വാതന്ത്ര്യദിനത്തിൽ നാം ആഘോഷിക്കുന്നു. മാനസദസ്സിന് നമസ്കാരം. പ്രഭാത കിരണത്തിനും പതിവിലേറെ വർണ്ണത്തിളക്കം നൽകിയ ഓഗസ്റ്റ് മാസം നമ്മിൽ അണയുന്നു. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും ഇന്ത്യയിലെ മോചിതരാക്കിയ മഹാന്മാർ നമ്മെ ഏൽപ്പിച്ചിട്ട് പോയ ഈ സ്വാതന്ത്ര്യം എന്തിനായിരുന്നു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? 1 മണിക്കൂറെങ്കിലും ഇന്ത്യയിലെ മുഴുവൻ മദ്യശാലകളും അടച്ചു പൂട്ടുമെന്ന് നമ്മളോട് പറഞ്ഞിട്ട് പോയ രാഷ്ട്രപിതാവിൻ്റെ വാക്കുകൾക്ക് നാം എന്ത് വില നൽകി? ഭാരതമെന്ന അഭിമാനം, മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടുകിളിയുള്ള നാട്, മഴയുള്ള എൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, ഭാരതമെന്നമ്മ നാട്, പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാവരെയും ഒന്നേത്തലോടുന്ന നാട്, പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാവരെയും ഒന്നേത്തലോടുന്ന നാട്. ഭാരതീയനായ നമുക്ക് ഓഗസ്റ്റ് 15 വളരെ സന്തോഷകരമായ ദിനമാണ്. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് ഓഗസ്റ്റ് 15 നാം സ്വതന്ത്രരായി. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ജന്മദിനം കൂടെയാണെന്ന് പറയാം. 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ഡൽഹിയുടെ ചുവപ്പ് കോട്ടയിൽ ഉയർത്തുകയുണ്ടായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ ദേശീയ പതാക ഉയർത്തിയും കലാപരിപാടികൾ നടത്തിയും നാം അത് ആഘോഷിക്കും. മൂവർണ്ണക്കൊടി പാറട്ടെ, മാനം മുട്ടെ പറക്കട്ടെ, നമ്മുടെ നാടിന് അഭിമാനം മാനം മുട്ടെ പറക്കട്ടെ. ഐ ലവ് ഇന്ത്യ, യു ലവ് ഇന്ത്യ, വി ലവ് ഇന്ത്യ, we all love India. I proud India, you proud India, we proud India, we all proud India. I love India, you love India, we love India, we all love India. I proud India, you proud India, we proud India, we all proud India. മൂന്നാമത്തെ സ്വാതന്ത്ര്യദിനത്തിൽ നാം ആഘോഷിക്കുന്നു. മാനസദസ്സിന് നമസ്കാരം. പ്രഭാത കിരണത്തിനും പതിവിലേറെ വർണ്ണത്തിളക്കം നൽകിയ ഓഗസ്റ്റ് മാസം നമ്മിൽ അണയുന്നു. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും ഇന്ത്യയിലെ മോചിതരാക്കിയ മഹാന്മാർ നമ്മെ ഏൽപ്പിച്ചിട്ട് പോയ ഈ സ്വാതന്ത്ര്യം എന്തിനായിരുന്നു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? 1 മണിക്കൂറെങ്കിലും ഇന്ത്യയിലെ മുഴുവൻ മദ്യശാലകളും അടച്ചു പൂട്ടുമെന്ന് നമ്മളോട് പറഞ്ഞിട്ട് പോയ രാഷ്ട്രപിതാവിൻ്റെ വാക്കുകൾക്ക് നാം എന്ത് വില നൽകി?
ഭാരതമെന്നഭിമാനം, മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടുകിളിയുള്ള നാട്, മഴയുള്ള എൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, ഭാരതമെന്നമ്മ നാട്, പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാവരെയും ഒന്നേത്തലോടുന്ന നാട്, പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാവരെയും ഒന്നേത്തലോടുന്ന നാട്. ഭാരതീയനായ നമുക്ക് ഓഗസ്റ്റ് 15 വളരെ സന്തോഷകരമായ ദിനമാണ്. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് ഓഗസ്റ്റ് 15 നാം സ്വതന്ത്രരായി. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ജന്മദിനം കൂടെയാണെന്ന് പറയാം. 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ഡൽഹിയുടെ ചുവപ്പ് കോട്ടയിൽ ഉയർത്തുകയുണ്ടായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ ദേശീയ പതാക ഉയർത്തിയും കലാപരിപാടികൾ നടത്തിയും നാം അത് ആഘോഷിക്കും. മൂവർണ്ണക്കൊടി പാറട്ടെ, മാനം മുട്ടെ പറക്കട്ടെ, നമ്മുടെ നാടിന് അഭിമാനം, മാനം മുട്ടെ പറക്കട്ടെ. ഐ ലവ് ഇന്ത്യ, യു ലവ് ഇന്ത്യ, വി ലവ് ഇന്ത്യ, we all love India. I proud India, you proud India, we proud India, we all proud India. I love India, you love India, we love India, we all love India. I proud India, you proud India, we proud India, we all proud India. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫ്ലാഗ്. ഇതിന്റെ അളവ് 2:3. ഇത് ഫ്ലാഗിന്റെ മറ്റൊരു മോഡലാണ്. ലേറ്റസ്റ്റ് ആൽബം. ഇതാണ് നമ്മുടെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ആനി ഹിസ്റ്ററി, MS നമ്പൂതിരിപ്പാട്, ഡോക്ടർ BR അംബേദ്കർ. താങ്ക് യു. അഭിവന്ദരായ അതിഥികളെ, സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയ സഹപാഠികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. മനോഹരമായ ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് 2 വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബഹുവിധ വർണ്ണങ്ങളിൽ വിടർന്നു പരിരസിക്കുന്ന പൂക്കൾ, പല വലിപ്പത്തിലുള്ളവ, വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ. ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് ഈ വൈവിധ്യമാണ്. അതെ, ഭാരതം ഒരു പൂന്തോട്ടമാണ്. വ്യത്യസ്ത ഭാഷകൾ, വേഷങ്ങൾ, അനേക ജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ. ഒരു മാലയിലെ മുത്തുകൾ പരസ്പരം കോർത്ത് നിർത്തുന്ന ചരട് ഏതാണ്? മഹത്തായ പുരാതന ഭാരത സംസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല. സഹിഷ്ണുതയുടെയും സഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സംസ്കാരം. ബുദ്ധന്റെയും ഗാന്ധിയുടെയും വിവേകാനന്ദന്റെയും പാരമ്പര്യം. സംസ്കാരത്തിന്റെ ഈ മഹാപ്രവാഹത്തിൽ നിന്നും ഒരു കുമ്പിൽ വെള്ളം നമുക്ക് കോരി കുടിക്കാം. ഹൃദയം കുളിർക്കട്ടെ, ദിശ തെളിയട്ടെ. എല്ലാവർക്കും ഹൃദയമായ സ്വാതന്ത്ര്യദിന ആശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ, അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയർത്തുമ്പോൾ ഭാഷയുടെയും വേഷത്തിന്റെയും അതിർത്തികൾ എല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തും. നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ വിദേശ ഭരണത്തിൽ നിന്നും
വിമോചിതമായിട്ട് ഇന്നേക്ക് 73 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കുമെല്ലാം എതിരെ തല ഉയർത്തി നിന്ന് ഒരുമയുടെ പടപൊരുതി നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. തൂക്കുകയർ കഴുത്തിലണിഞ്ഞ ഭഗത് സിംഗും സുഖ്ദേവും രാജഗുരുവും, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ വെടിഞ്ഞ മംഗൾ പാണ്ഡെയും തുടങ്ങി ഇന്ത്യക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അഹിംസയുടെ ആൾരൂപമായി മുൻനിരയിൽ തിളങ്ങി നിന്ന ഗാന്ധിജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും മൗലാന അബുൽ കലാം ആസാദും എല്ലാം ഇന്ത്യക്ക് വേണ്ടി പോരാടി. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ദേശാഭിമാനികളെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. से अच्छा हिंदू सिता हमारा सारे जहां से अच्छा, हम बुलबुले हैं इसकी ये गुलसिता हमारा सारे जहां से अच्छा, हिंदू सिता हमारा सारे जहां से अच्छा. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ദിൽന മെഹദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ 74ാം സ്വാതന്ത്ര്യം നാം ഇന്ന് ആഘോഷിക്കുകയാണല്ലോ. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മംഗളങ്ങൾ ആദ്യം തന്നെ ആശംസിക്കുന്നു. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ നൂറ്റാണ്ടുകൾ നീണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായത്. ബാപ്പുജി എന്ന് നാം സ്നേഹത്തോടെ വിളിക്കുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അക്രമരഹിത സമരത്തിലൂടെയാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഗാന്ധിജിയോടൊപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസും ബാലഗംഗാധര തിലകും മറ്റനേക ദേശസ്നേഹികളും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ഭഗത് സിംഗും മംഗൾ പാണ്ഡെയും അടക്കം ഏറെ ധീരദേശീയ അഭിമാനികൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഗാന്ധിജിയും നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്ത സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. ഇന്ത്യൻ ജനതയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിനു മുന്നിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ ഏറെ വിയർപ്പൊഴുക്കി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഫലങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ. നമുക്ക് വേണ്ടി ഏറെ ത്യാഗം സഹിച്ച ദേശസ്നേഹികളോട് നാം കടപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ അവരെ നമുക്ക് ആദരിക്കാം, അവരെ അനുസരിക്കാം. എൻ്റെ ചെറിയ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണ് ഇന്ന്. കാരണം 1947 ആഗസ്റ്റ് 15-നാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ വർഷം 74ാമതാണ് സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സമരനായകന്മാരെ, ഇന്ത്യക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ദേശാഭിമാനികളെയും നമുക്ക് അനുസ്മരിക്കാം. ഈ നാടിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് കുട്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഒരിക്കൽ കൂടി എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഞാൻ തയ്യാറാക്കിയ പതിപ്പ് നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്താം. എന്റെ പതിപ്പ് ഇതാണ്. പതിപ്പിന്റെ പേര് ഇന്ത്യൻ ചരിത്രത്തിലൂടെ. പതിപ്പിന്റെ ഫ്രണ്ട് പേജ് ഇത്. രണ്ടാമത്തെ പേജ് ഒരു ചിത്രമാണ്.
പേജിൽ ഗാന്ധിജിയുടെയും നെഹ്റുവുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ വരച്ചതാണ്. അടുത്ത പേജിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവെക്കുറിച്ചും ചെറിയ വിവരണങ്ങൾ. അവസാനത്തെ പേജിൽ കൊടി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ്. പിന്നെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരുകളും. ഈ പേരുകൾ ഒന്ന് ഞാൻ വായിക്കാം. ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, ലാലാ ലജ്പത് റായ്, മംഗൾ പാണ്ഡെ, സുഭാഷ് ചന്ദ്രബോസ്, കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, സരോജിനി നായിഡു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ എവരിവൺ. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നത് കവിതയാണ്, കുട്ടിക്കവിത. നമ്മുടെ ഗാന്ധിജിയെ കുറിച്ചുള്ള അതാണ്. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിനെ നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. തൊഴുവ ചെയ്തു നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാട് നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. തൊഴിൽ ചെയ്ത് നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. നമസ്കാരം, ഞാൻ ആസിയ അജിനാസ്, ക്ലാസ് 3C. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. 1947 ആഗസ്റ്റ് 15. ഇന്ന് ഇന്ത്യയുടെ 74ാം സ്വാതന്ത്ര്യ ദിനമാണ്. വളരെ കാലങ്ങളായി ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കീഴിലായിരുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും അനേകം ധീരദേശാഭിമാനികളും കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അനേകം ധീരദേശാഭിമാനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയെ ഉയർത്തിപ്പിടിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
നടന്ന കരിപ്പൂർ വിമാന ദുരന്തവും വെട്ടിമുറി ദുരന്തത്തെയും അനുസ്മരിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇവിടെ കാണുന്നില്ലല്ലോ. എന്താ സംഭവിച്ചത്? നമ്മുടെ അബൂട്ടി വേലി കുറിച്ചിരിക്കുന്നു ബഷീർക്ക. ഈ കുടുത്ത ഈ അബൂട്ടിയെ നിങ്ങൾക്കറിയാമോ? നാട്ടുകാരുണ്ടാക്കിയ വേലിയിലെ പൊളിച്ചു കളയാൻ നമുക്ക് ജോലി. എടാ അബൂട്ടി ഇങ്ങോട്ട് വാടാ. നിന്റെ അബൂട്ടി എന്നോട് എത്ര വട്ടം പറഞ്ഞു ഈ നാട്ടാന്റെ വേലികളൊന്നും പൊളിക്കരുതെന്ന്. നിന്റെ അപ്പ നിങ്ങൾ കണ്ടോ? ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ്. ഇതാണ് ഞങ്ങൾ എന്ന് ചെയ്യുന്ന പ്രതിജ്ഞ. എല്ലാ ഇന്ത്യക്കാരും സഹോദരങ്ങളാണെങ്കിൽ ഈ സഹോദരങ്ങൾ എന്തിനാണ് ഈ വേലികൾ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്താ എല്ലാവരും കൂട്ടുകാരും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അബൂട്ടി, മോനെ അബൂട്ടി. ആരാ എന്നെ വിളിച്ചത്? ഞാനാ. ഹായ് വല്ലുപ്പ. ഉപ്പയും കൂട്ടുകാരും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. വേലി പൊളിക്കുന്നത് തെറ്റാണോ വല്ലുപ്പ? അല്ല, വേലി പൊളിക്കുക തന്നെ ചെയ്യണം. പക്ഷെ പുറമേക്കുള്ള വേലികളല്ല മോനെ പൊളിക്കേണ്ടത്. പിന്നെ വലിയവനും ചെറിയവനും തമ്മിലുള്ള, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള, മതങ്ങളും തമ്മിലുള്ള വേലികളാണ് നാം ആദ്യം പൊളിക്കേണ്ടത്. ശരി വല്ലുപ്പ? ഞാനൊരു വിധി കാണിച്ചു തരട്ടെ. എന്നാലും നോക്കട്ടെ. ഇതാരാണെന്നറിയാമോ? ഇത് കൊച്ച അല്ല, ഇത് വീരാൻകുട്ടിയാ. വല്ലുപ്പ ഇത് ചുരുട്ടി മാതൃകുട്ടിയിലൊന്നിടുവോ? ഇതാരാണ് വല്ലുപ്പ? ഇത് വെള്ളം അല്ല, ഇത് തോമസ് കുട്ടിയാ. വല്ലുപ്പ ഇത് ചുരുട്ടി മാതൃകുട്ടിയിലൊന്നിടുവോ? അപ്പോഴത്തേന് ഇതാരാണ് വല്ലുപ്പ? ഇത് രാമൻകുട്ടി. വല്ലുപ്പ ഇത് ചുരുട്ടി മാതൃകുട്ടിയിലൊന്നിടുവോ? ഇത് നമ്മുടെ ദേശീയഗായികയല്ലേ? മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് വെട്ടിക്കീറാനുള്ളതല്ല നമ്മുടെ
പിടിച്ച പച്ച മനുഷ്യരുടെ കഥകളാണ് പ്രളയ പ്രതിസന്ധിയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നാട് നേരിടുന്ന ഏത് പ്രതിസന്ധിയിലും ഐക്യത്തോടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ നമുക്കിവിടെ വിജയത്തിന്റെ മൂവർണ്ണക്കൊടി പാറിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. എന്നോ നഷ്ടപ്പെട്ടു പോയ സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും സഹിഷ്ണുതയും നമുക്ക് തിരിച്ചു പിടിക്കാം. മാനവ ഐക്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മഹിത ദർശനങ്ങളാൽ നമുക്കിവിടെ സന്തോഷത്തിന്റെ ഭാരത പൂങ്കാവനം തേൻ മധുരാനന്ദനം ബാസുരമാമീ നാട് എത്ര മനോഹാരിതം എത്ര മനോഹാരിതം. ഭാരത പൂങ്കാവനം തേൻ മധുരാനന്ദനം ബാസുരമാമീ നാട് എത്ര മനോഹാരിതം എത്ര മനോഹാരിതം. हम एक है हम हिंदुस्तानी ये देश हमारी ये मिट्ट हमारी. हम एक है हम हिंदुस्तानी ये देश हमारी ये मिट्ट हमारी. ഒരു വല്ലരിയിൽ തീർത്ത് സുഗന്ധികൾ പോലെ ഒരുമയുടെ നവരത്ന മുത്തുകൾ പോലെ. ഒരു വല്ലരിയിൽ തീർത്ത് സുഗന്ധികൾ പോലെ ഒരുമയുടെ നവരത്ന മുത്തുകൾ പോലെ. സ്നേഹസമ്പുഷ്ടമാമീ മഹാരാജ്യം സ്നേഹസമ്പുഷ്ടമാമീ മഹാരാജ്യം. വൈവിധ്യം ചൂടി നിൽക്കും ബഹുസുര രാജ്യം ബഹുസുര രാജ്യം. ഭാരതം 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 ഭാരതം. ബാങ്കുലിയും ശംഖുമണിനാദവുമെല്ലാം ബന്ധുത്വമോതിടും സ്നേഹധ്വനിയായി. ബാങ്കുലിയും ശംഖുമണിനാദവുമെല്ലാം ബന്ധുത്വമോതിടും സ്നേഹധ്വനിയായി. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും പാഴ്സിയും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും പാഴ്സിയും ഈ നാടിനെന്നെന്നും ആത്മനിവാസി. വേഷഭൂഷാദികൾ എന്നും വിശിഷ്ടം ഭാഷദേശഘോഷമേകും എങ്ങും സമത്വം എങ്ങും സമത്വം. ഭാരതം 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 ഭാരതം. ഭാരത പൂങ്കാവനം തേൻ മധുരാനന്ദനം ബാസുരമാമീ നാട് എത്ര മനോഹാരിതം എത്ര മനോഹാരിതം. ഭാരത പൂങ്കാവനം തേൻ മധുരാനന്ദനം ബാസുരമാമീ നാട് എത്ര മനോഹാരിതം എത്ര മനോഹാരിതം. മതങ്ങളകിലം പകരും മൈത്രി മതങ്ങളകിലം പകരും മൈത്രി. മാനവരൊന്നു നാം ഭാരതീയർ നമ്മൾ മാനവരൊന്നു നാം ഭാരതീയർ നമ്മൾ. ഭാരതം 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 ഭാരതം. ഭാരത പൂങ്കാവനം തേൻ മധുരാനന്ദനം ബാസുരമാമീ നാട് എത്ര മനോഹാരിതം എത്ര മനോഹാരിതം. हम एक है हम हिंदुस्तानी ये देश हमारी ये मिट्ट हमारी. हम एक है हम हिंदुस्तानी ये देश हमारी ये मिट्ट हमारी. भारतम 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 भारतम. Respected headmaster, teachers and my dear friends, today I would like to say about our independence. We all should proud of being a part of this independent nation. But 73 years ago, we are slaves of British government. They ruled over India 200 years. India was once
full of resources like minerals, rocks, and spices. That all made British government capture our country. Leaders like Mahatma Gandhi, Subhash Chandra Bose, Bhagat Singh, and Jawaharlal Nehru inspired everybody. By the continuous struggle, we gained freedom on August 15, 1947. On this occasion, we salute all of them. Independence Day makes us feel that we are one. That is Indians. Let us be proud to be an Indians. Happy Independence Day. Thank you. നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 73ാം വാർഷികാഘോഷ വേളയിലാണ് നമ്മളിപ്പോൾ. ബ്രിട്ടന്റെ കോളനി വാഴ്ചയിൽ നിന്ന് സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറിയത് 74 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആഗസ്റ്റ് 15-നാണ്. ഇന്ത്യൻ ജനത ഒന്നായി നിന്നതിന്റെ വിജയമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ പൗരന്മാർ ഇന്ത്യ എന്ന ഒരേ വികാരത്തിൽ ഒന്നിച്ചപ്പോഴാണ് ഇന്ത്യ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടായത്. ലോക ചരിത്രത്തിൽ തന്നെ പകരം വയ്ക്കാനില്ലാത്ത പോരാട്ടങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരഗാഥ. ജനതയെ ഒരേ വിചാരത്തിൽ ഒന്നിച്ചു നിർത്തിയ മഹാത്മാഗാന്ധിയെയും ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച INA സൈന്യാധിപനായ സുഭാഷ് ചന്ദ്രബോസിനെയും ആധുനിക ഇന്ത്യയുടെ വികസനങ്ങൾക്ക് തുടക്കം കുറിച്ച ജവഹർലാൽ നെഹ്റുവിനെ പോലെ ലക്ഷോപലക്ഷം രാജ്യസ്നേഹികളുടെ ജീവിതം തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. എന്തുകൊണ്ടാണ് ഇന്ത്യയെ മാറി മാറി ഭരിക്കാൻ അധിനിവേശ ശക്തികൾക്ക് കഴിഞ്ഞത്? ഇന്ത്യൻ ജനതയുടെ പരസ്പര ഐക്യമില്ലായ്മയുടെയും അറിവില്ലായ്മയുടെയും അനന്തരഫലമായിട്ടാണ്. കടൽ കടക്കുന്നത് പാപമായി കണ്ടിരുന്ന കാലത്ത് നിന്നും ബഹിരാകാശ ഗവേഷണത്തിന്റെ അധികാരത്തിലേക്ക് ഇന്ത്യ എത്തിപ്പെട്ടത് അജ്ഞത ഇല്ലാതാക്കിക്കൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് സർവ്വ മേഖലകളിലും ഇന്ത്യൻ ജനതയുടെ കയ്യൊപ്പ് പതിഞ്ഞത്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്. അത് എല്ലാ മതങ്ങൾക്കും സ്വാധീനം ചെലുത്താവുന്ന വ്യവസ്ഥയല്ല, മറിച്ച് ഒരു വിചാരധാരണയ്ക്കും നിയന്ത്രിക്കാനാകാത്ത സ്വതന്ത്രരായ ജനങ്ങളുടെ സർവാധിപത്യമാണ്. എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം ഒരു എളുപ്പവഴിയല്ല. സ്വാതന്ത്ര്യം ഉത്തരവാദിത്തമാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും സ്വന്തം പ്രവർത്തനങ്ങളുടെ ഫലം ഏറ്റെടുക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം, അഥവാ സ്വയം നയിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം. സ്വതന്ത്രരായ ഭരണഘടന മാത്രമല്ല, സ്വതന്ത്രരായ മനുഷ്യരാണ് സ്വന്തം രാജ്യത്തിൻ്റെ തൂണുകൾ. ആധുനികതയുടെയും ശാസ്ത്രീയതയുടെയും കണ്ടെത്തലുകളുടെയും സാങ്കേതിക മുന്നേറ്റത്തിൻ്റെയും പാതയിൽ ഇന്ത്യയെ നയിക്കാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ജനതയുടെ സ്വതന്ത്ര ബാധ്യത ഉണ്ടാവട്ടെ. ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം. ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യ ദിനം ഇന്നൊരു ഉത്സവമായാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 1947 ആഗസ്റ്റ് 15-നാണ് ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത്. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ദിവസമാണ്. കാരണം ധീരരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഷ്ടപ്പാടുകൾക്കും ത്യാഗങ്ങൾക്കും ശേഷം ഇന്ത്യ സ്വതന്ത്രമാവുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് അദ്ദേഹം ആദ്യമായി നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഈ രാജ്യത്തെ മികച്ച രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്നതാണ്. ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണൻ ഗോഖലെ, ഭഗത് സിംഗ് എന്നിവരുടെ പോരാട്ടവും പ്രയാസവും കാരണം നമ്മൾ ഇന്ന് ഒരു സ്വാതന്ത്ര്യ രാജ്യത്ത് ജീവിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ദിനത്തിൽ നിങ്ങൾക്കായി ഞാനൊരു ഗാനം ആലപിക്കാം. സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ, സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ. ഇവിടെ ജനിക്കുന്നർക്കാ നമ്മൾ ഭാരതഭൂമി വിടർന്ന കുസുമങ്ങൾ, ഇവിടെ ജനിക്കുന്നർക്കാ നമ്മൾ ഭാരതഭൂമി വിടർന്ന കുസുമങ്ങൾ. സ്വാതന്ത്ര്യത്തിൻ
ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ. സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ. പ്രകൃതിയിൽ നിന്നു ജനിക്കും മനുഷ്യ പ്രകൃതിയിലേക്ക് മടങ്ങും മനുജ. പ്രകൃതിയിൽ നിന്നു ജനിക്കും മനുഷ്യ പ്രകൃതിയിലേക്ക് മടങ്ങും മനുജ. സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ. സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ. തകർത്തെറിയൂ മതവിദ്വേഷം, മുറുകെ പുണരു ജീവിത സംസ്കാരം. തകർത്തെറിയൂ മതവിദ്വേഷം, മുറുകെ പുണരു ജീവിത സംസ്കാരം. സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ. സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ. ഉണരട്ടെ നിൻ ഭാരത സ്നേഹം, ഉയരട്ടെ നിൻ ഭാരത സംസ്കാരം. ഉണരട്ടെ നിൻ ഭാരത സ്നേഹം, ഉയരട്ടെ നിൻ ഭാരത സംസ്കാരം. സുവർണ്ണലിപികളിൽ എഴുതട്ടെ നിൻ ചരിത്രമിനിയും, അഭിമാനികളായി പുതിയൊരു തലമുറ വളരട്ടെ. സുവർണ്ണലിപികളിൽ എഴുതട്ടെ നിൻ ചരിത്രമിനിയും, അഭിമാനികളായി പുതിയൊരു തലമുറ വളരട്ടെ. സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി ഇന്ത്യ. സ്വാതന്ത്ര്യത്തിൻ ചിറകുകൾ വീശി സ്വതന്ത്രയായി